നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയാൻ കഴിയുമോ? കഴിയും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ പ്രാഥമിക ഉദ്ദേശങ്ങളിലൊന്ന് നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയാൻ നമ്മെ സഹായിക്കുക എന്നതാണ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയാമെന്ന് പറയാൻ ചില ആളുകൾക്ക് മടിയുണ്ടാകും. കാരണം അങ്ങനെ പറയുന്നത് ധിക്കാരമായി അവർക്ക് തോന്നുന്നു. വിശ്വാസികൾക്ക് ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയാമെന്ന് പറയാൻ കഴിയും. കാരണം നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും കൂടാതെ നമുക്ക് അറിയാൻ കഴിയുന്ന ചില മാർഗങ്ങൾ നൽകി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാനാകും? യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിനായി കരുതി വെക്കേണ്ട കുറഞ്ഞത് 4 ചിന്തകളെങ്കിലും നൽകി തന്നിട്ടുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ളത് ശരിയായ വിശ്വാസമാണ്. 5-ാം അധ്യായം 13-ാം വാക്യം, 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം ആശ്രയം അർപ്പിച്ചതിനാൽ നമുക്ക് ഉറപ്പുണ്ടാകും. രണ്ടാമത്തെ പരിശോധന ശരിയായ ജീവിത രീതിയുടെ പരിശോധനയാണ്. 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വചനപ്രകാരം ക്രമപ്പെടുത്തിയതും വിശുദ്ധവുമായ ജീവിതം നയിക്കുന്നതിനാൽ നമുക്ക് ഈ ഉറപ്പ് വരും. 3-ാമത്തെ പരിശോധന സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പരിശോധനയാണ്. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാം ദൈവമക്കളെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഈ ഉറപ്പുണ്ടാകും. 4-ാമത്തെ പരിശോധന ആത്മപരിശോധനയാണ്. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ നമുക്ക് ഉറപ്പുണ്ടാകും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.